പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ, പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ് എന്നുള്ള ചാപ്റ്റർ. ഇന്ത്യൻ ഭരണഘടന, അതിൻ്റെ വഴിയും വഴികാട്ടിയും. ഭരണഘടന, വഴിയും വഴികാട്ടിയും, അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രൂപീകരണം, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗാന്ധിജിയുടെ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഡ്രീംസ് എന്തൊക്കെയായിരുന്നു, അത് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷനായി മാറിയത് എന്നൊക്കെയുള്ള കാര്യം, അതിൻ്റെ ഒരു ഹിസ്റ്ററി, ഈ ഇന്ത്യൻ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുന്നേ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള കോഡ് ഓഫ് ലോ ഏതാണ്, അത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതും നമ്മൾ പറഞ്ഞു. അതേപോലെ അടുത്തതായിട്ട് 1946 പിന്നെ ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കീ ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി ഫോം ചെയ്തിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ അംബേദ്കറിനെ പറ്റിയുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തു. അവസാനത്തെ ക്ലാസ്സിൽ പാർലമെൻ്ററി ഡെമോക്രസി, പോപ്പുലർ സോവറിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടും ഒരു 10ഓളം പോയിന്റ്സ്: ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, റൂൾ ഓഫ് ലോ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി, ഫെഡറലിസം, സിറ്റിസൺഷിപ്പ്, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇങ്ങനെയുള്ള 10 കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഒരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്തു. ഇനി നമുക്ക് പുതുതായിട്ട് പറയാനുള്ള ഭാഗം എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ലോസ് എന്നുള്ള ഈ ഒരു ഹെഡിങ് മുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ സോഴ്സ് ഓഫ് ലോസ് അഥവാ നിയമങ്ങളുടെ ഉറവിടമെന്ന് നമുക്ക് പറയാം. നിയമങ്ങളുടെ ഉറവിടം. അപ്പോൾ ഈ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട് എന്താണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ലോസ്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളുടെയൊക്കെ ഒരു സോഴ്സ്, അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഓക്കെ. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദി നേഷൻ. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ലോ, അടിസ്ഥാന നിയമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഡ് ഓഫ് ലോ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന തന്നെയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ആൻഡ് എനി ലോ framed by center or state governments should follow the provisions of our constitution. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ, ഇപ്പോൾ കേരളത്തിലെ പോലെയുള്ള, തമിഴ്നാടിനെ പോലെയുള്ള സംസ്ഥാന സർക്കാരുകളോ, അതല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരോ ഒക്കെ എന്ത് നിയമം ഉണ്ടാക്കുകയാണെങ്കിലും ആ നിയമത്തിൻ്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ആയിരിക്കും. ആ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന പ്രൊവിഷൻസ് പ്രകാരം മാത്രമേ ഒരു സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനോ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. Thus, the boundaries within which governments can make and enforce laws are decided by our constitution, which holds the position as the supreme system and source of law. ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നിയമത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളും, അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഏത് രൂപത്തിലുള്ള എന്ത് നിയമം ഉണ്ടാക്കുകയാണെങ്കിലും, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കുകയാണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ, അതിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അതുപോലെ സുപ്രീം സിസ്റ്റം ആൻഡ് സോഴ്സ് ഓഫ് ലോ, നിയമസംബന്ധമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും സുപ്രീം സിസ്റ്റം, ഏറ്റവും പരമോന്നത പദവിയിലുള്ളത്, പരമോന്നത സ്ഥാനത്തുള്ളത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തന്നെയാണ്. അത് തന്നെയാണ് ഏത് നിയമത്തിൻ്റെയും സോഴ്സ് ഓഫ് ലോ, ഏത് നിയമത്തിൻ്റെയും സോഴ്സ്, ഉറവിടം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ആ ഹെഡിങ് തന്നെയാണ് ഈ ഒരു 4 ലൈൻസിൻ്റെ ഏറ്റവും എസൻസ് ആയിട്ടുള്ള, കോർ ആയിട്ടുള്ള ഭാഗം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്, ഇവിടുത്തെ സോഴ്സ് ഓഫ് ലോ, ദി സുപ്രീം സോഴ്സ് ഓഫ് ലോസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളുടെയും സുപ്രീം സോഴ്സ് എന്ന് പറയുന്നത്, ഏറ്റവും പരമോന്നത ഉറവിടം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഓക്കെ. അടുത്ത പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ചില നിയമങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഓരോന്നായിട്ട് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കതിനെ എങ്ങനെ പറയാം, വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയാം. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം നാഷണൽ സെക്യൂരിറ്റി ആക്ട് അഥവാ ദേശീയ സുരക്ഷാ നിയമം, ചൈൽഡ് ലേബർ പ്രോഹിബിഷൻ ആക്ട് അഥവാ ബാലവേല നിരോധന നിയമമാണ് ചൈൽഡ് ലേബർ പ്രോഹിബിഷൻ ആക്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ദുരന്ത നിവാരണ നിയമമാണ്. നമ്മളിപ്പോൾ ഒരു വലിയ ഡിസാസ്റ്റർ അഭിമുഖീകരിക്കുന്ന ഒരു വേളയാണ്. നമുക്കറിയാലോ വയനാട്ടിലെ ഒരു വലിയ ദുരന്തം, ഒരു ലാൻഡ് സ്ലൈഡ് ഡിസാസ്റ്റർ നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനും അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ സാധ്യമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊക്കെ എല്ലാം ക്ഷമിക്കാനൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ നമുക്കിപ്പോൾ സാധിക്കുള്ളൂ. അപ്പോൾ ഏതായാലും ഫുഡ് സെക്യൂരിറ്റി ആക്ട് മറ്റൊരു നിയമമാണ്. ഫുഡ് സെക്യൂരിറ്റി ആക്ട് അഥവാ ഭക്ഷ്യസുരക്ഷാ നിയമം. ലാൻഡ് റിഫോംസ് ആക്ട് അഥവാ ഭൂപരിഷ്കരണ നിയമം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പാസ്സാക്കിയിട്ടുള്ള നിയമമാണ്. വിവരാവകാശ നിയമം എന്ന് പറയും നമ്മൾ. അതേപോലെ തന്നെ അറിയാനുള്ള അവകാശം എന്നൊക്കെ നമ്മൾ പറയും. പിന്നെ മറ്റൊന്ന് ഈ ഇപ്പോൾ അവസാനം പറഞ്ഞിട്ടുള്ള ഈ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ നമ്മൾ RTI ആക്ട് എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഷോർട്ട് ഫോം അങ്ങനെയാണ്, RTI ആക്ട് 2005 2005 ഈ നിയമം വന്നിട്ടുള്ളത്. RTI അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. അത് വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. എന്താ അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്നത് ബാലനീതി നിയമമാണ്, കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ലേബർ ലോ തൊഴിൽ നിയമങ്ങളാണ്. അതേപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണെങ്കിൽ വിദ്യാഭ്യാസ അവകാശ നിയമമാണ്. അതേപോലെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അതിൻ്റെ അർത്ഥം അഴിമതി നിരോധന നിയമം എന്നാണ്. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പരിസ്ഥിതി സംരക്ഷണ നിയമം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ നിയമങ്ങളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ നിയമങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് പ്രകാരമുള്ള നിയമങ്ങളാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡയറക്ഷനൊക്കെ എന്താണോ അതൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ്. ഓൾ ദി ലോസ് മെൻഷൻഡ് അബവ് ഇവിടെ പറയുന്നുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഓൾ ദി ലോസ് മെൻഷൻഡ് അബവ് ആർ മെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ നിയമങ്ങളും നമ്മുടെ ഭരണഘടന പറയുന്നത് പ്രകാരമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഭരണഘടനാ നിയമങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കിയിട്ടുള്ള നിയമങ്ങളാണ്. So list out the laws related to children's rights mentioned in the collage. ഈ ഒരു കൊളാഷ് എന്ന് കുട്ടികളുടെ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ ഏതാണ് എന്നാണ് പിന്നെ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. കണ്ടെത്തി താഴെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്, ചൈൽഡ് ലേബർ പ്രോഹിബിഷൻ ആക്ട് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു നിയമം ഇവിടെ വരുന്നത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നിയമങ്ങളാണ് പ്രധാനമായിട്ടും കുട്ടികളുടെ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു കൊളാഷിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചൈൽഡ് ലേബർ പ്രോഹിബിഷൻ ആക്ടും ജുവനൈൽ ജസ്റ്റിസ് ആക്ടുമാണ്. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. വൈ ഡസ് അവർ കൺട്രി ഗിവ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു ചിൽഡ്രൻസ് റൈറ്റ്സ്? ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് കുട്ടികളുടെ അവകാശങ്ങൾക്ക് വലിയ പ്രാധാന്യം നമ്മുടെ രാജ്യം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊരു രാജ്യവും കൊടുക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതിനുള്ള കാരണം നമ്മൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്നത്തെ കുട്ടികളാണ്, ഇന്നത്തെ സ്റ്റുഡൻസ് ആണ്, ഇന്നത്തെ ചിൽഡ്രൻ ആണ് നാളത്തെ ഫ്യൂച്ചർ ജനറേഷൻ എന്ന് പറയുന്നത് അല്ല. ഇന്നത്തെ ക്ലാസ് റൂമുകളാണ്, ഇന്നത്തെ ക്ലാസ് മുറികളാണ്, ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ സൊസൈറ്റിയെ ലീഡ് ചെയ്യേണ്ട ആളുകൾ. സ്വാഭാവികമായിട്ടും ആ കുട്ടികൾക്ക് നല്ല രൂപത്തിൽ വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള നിയമങ്ങൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പിന്നെ കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ചിൽഡ്രൻസ് റൈറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നിയമങ്ങൾ ഉണ്ടാവുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും അതവിടെ നിൽക്കട്ടെ. അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം ഒരു പോസ്റ്റർ പോലെ ഇവിടെ കാണാം. ഒരു നിയമത്തിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്.
ചുരുക്കി പറയുക ഇങ്ങനെയാണ്, പോക്സോ ആക്ട് എന്നാണ് പറയുക. പോക്സോ നിയമം നിങ്ങൾക്ക് പരിചിതമായിരിക്കും ഇത്. കാരണം ഒരുപാട് മാധ്യമങ്ങളിലൊക്കെ, പത്രങ്ങൾ ഉൾപ്പെടെയുള്ള, ടെലിവിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് പിന്നെ വരാറുള്ള, ചർച്ച ചെയ്യപ്പെടാറുള്ള ഒരു നിയമമാണ് പോക്സോ നിയമം എന്ന് പറയുന്നത്. 2012 ഈ ഒരു നിയമം നിലവിൽ വരുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. POCSO, പോക്സോ. പോക്സോ എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. അതായത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിയമം 2012 പാസ്സായിട്ടുള്ള നിയമമാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അതാണ് ഈ ഒരു പിന്നെ ഡാറ്റ നമുക്ക് കിട്ടാൻ ആവശ്യമായിട്ടുള്ള സ്രോതസ്, അതാണ്. പോട്ടെ. ഇൻ 1989 Convention on the Rights of Child aims to prevent sexual violence against children and to ensure appropriate punishment. കുട്ടികളുടെ അവകാശ ഉടമ്പടി, അല്ലെങ്കിൽ 1989 ഒരു കൺവെൻഷൻ, കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു പ്രിവെൻറ്റ് സെക്ഷൽ വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ആൻഡ് ടു എൻഷുർ അപ്രോപ്രിയേറ്റ് പണിഷ്മെൻറ്റ് ടു ദി പെർപെട്രേറ്റേഴ്സ് എന്നാണ്. അതായത് ഈ പറയുന്ന കുട്ടികളുടെ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ ഒരു സമ്മേളനം 1989 നടന്നപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും അതേപോലെ തന്നെ കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കുക എന്നതുമൊക്കെയായിരുന്നു ആ ഒരു സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ. പോക്സോ 2012, Protection of Children from Sexual Offences Act 2012, is an act enacted to implement the rights guaranteed by the Constitution of India, incorporating child-friendly measures without gender discrimination, and the law considers all under the age of 18 as a child. അതായത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ, അതായത് ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ നടപ്പാക്കുന്നതിനും, അതേപോലെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പരിഗണിച്ചുകൊണ്ടുള്ള, അങ്ങനെ പറയാം, ബാലസൗഹൃദ എന്നൊക്കെ പറയാം, ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുമൊക്കെ നിലവിൽ വന്നിട്ടുള്ള ഒരു നിയമമാണ് പോക്സോ നിയമം, പോക്സോ ആക്ട് 2012 എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഭേദമില്ലാതെ നടപ്പാക്കാനും, അതേപോലെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുമൊക്കെ നിലവിൽ വന്നിട്ടുള്ള ഒരു നിയമമാണ് ഈ 2012 പോക്സോ ആക്ട് എന്ന് പറയുന്നത്. ആൻഡ് ദി ലോ കൺസിഡേഴ്സ് ഓൾ അണ്ടർ ദി ഏജ് ഓഫ് 18 ആസ് ചൈൽഡ്. ഈ ഒരു നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ടാണ് ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു പോക്സോ ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. താഴെ മറ്റൊരു ചോദ്യം കാണാം. ഹാവ് യു ഹേർഡ് ഓഫ് ദിസ് ലോ? ഈ ഒരു നിയമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു പോക്സോയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് മാധ്യമങ്ങളിലൊക്കെ വന്ന് കണ്ടിട്ടുള്ള ഒരു നിയമമാണ്. ഒരുപാട് കേസുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിത്യവും കാണാറുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കാം ഈ ഒരു പോക്സോ എന്നുള്ള ഈ ഒരു നിയമം, നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കാം. സോ എനിവേ, ഹാവ് യു ഹേർഡ് ഓഫ് ദിസ് ലോ? ഈ നിയമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവറി ചൈൽഡ് ഹാസ് ദി റൈറ്റ് ടു ലിവ് സേഫ്ലി വിതൗട്ട് ഫിയർ ഇൻ ദി സൊസൈറ്റി. ഏതൊരു കുട്ടിക്കും ഭയരഹിതമായി, പേടിയില്ലാതെ സുരക്ഷിതമായി സമൂഹത്തിൽ ജീവിക്കാൻ അവകാശമുണ്ട്. എ ചൈൽഡ് മസ്റ്റ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദി അൺകംഫർട്ടബിൾ ആൻഡ് അൺസേഫ് ടച്ചസ്, ലുക്സ്, ആക്ഷൻസ് എക്സെട്ര ഫ്രം എനി പേഴ്സൺ. അതായത് അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായിട്ടുള്ള ടച്ചിങ് അല്ലെങ്കിൽ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയാൻ ആർക്ക് കഴിയണം? കുട്ടികൾക്ക് കഴിയണം. They should be capable enough to say no to such acts, able to keep away and complain to the authorities. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാവും. ഇത്തരം പ്രവർത്തികളോട് നോ എന്ന് പറയാൻ, അരുത് എന്ന് പറയാനും, അവരെ അകറ്റി നിർത്താനും, ബന്ധപ്പെട്ട അധികാരികളോട് പരാതിപ്പെടാനും ഒക്കെ കുട്ടികൾക്ക് സാധിക്കണം. അതിന് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
The law states that cases of sexual assault are to be reported under Section 19 to the Special Juvenile Police Unit or the local police. അതായത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായാൽ, അതായത് ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന പോലെ സെക്ഷൻ 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസോ ആണെന്ന് ഈ ഒരു നിയമത്തിൽ പറയാണ്. ഓക്കെ, അപ്പോൾ അതായത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരിക്കുകയാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് എവിടെയാണ്? സ്പെഷ്യൽ പോലീസ്, ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസോ ആണ് എന്ന് പ്രത്യേകം പറയുന്നു. അതേപോലെ തന്നെ ഓഫീസേഴ്സ് ഹാൻഡ്ലിംഗ് പോക്സോ കേസസ് ആർ നോൺ ആസ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസേഴ്സ്, CWPO. അതായത് ഇത്തരം പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അറിയപ്പെടുന്നത് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്ന പേരിലാണ്. ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസേഴ്സ്. അപ്പോൾ അവരാണ് ഇത്തരം പോക്സോ കേസുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഓഫീസേഴ്സ്. അതിൻ്റെ ബാക്കി, ദി കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഹാസ് സെറ്റപ്പ് എ മോണിറ്ററിംഗ് സിസ്റ്റം, പോക്സോ മോണിറ്ററിംഗ് സെൽ എന്നറിയപ്പെടുന്ന മോണിറ്ററിംഗ് സിസ്റ്റം അണ്ടർ സെക്ഷൻ 44 ഓഫ് ദി പോക്സോ ആക്ട്. ഓക്കെ, അതായത് നമ്മുടെ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഓക്കെ, കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഈ പോക്സോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരം ഒരു നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പോക്സോ മോണിറ്ററിംഗ് സെൽ എന്നുള്ള ഒരു നിരീക്ഷണ സംവിധാനം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കിയിട്ടുണ്ട്. The act ensures severe punishment to anyone who indulges in POCSO offenses. അതായത് പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു മനുഷ്യനും, ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ ഒരു നിയമം വ്യവസ്ഥ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ പ്രതികളാവുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള ശിക്ഷാരീതികളും ഈ ഒരു നിയമം അനുശാസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പോക്സോ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ തൽക്കാലം ഇന്ന് നമ്മൾ ഈ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ക്ലാസ് കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ, ഒന്നുകൂടി വിശദീകരണം ആവശ്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്ക് വായിച്ച് ക്ലാസ് ശരിക്ക് കേട്ട് മനസ്സിലാക്കുക, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.